ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഇത് ജോബിൽസ് ഡാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓട്ടോമാറ്റിക് വാച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാം. ഓട്ടോമാറ്റിക് വാച്ചിനെ കുറിച്ച് പലർക്കും പലതരത്തിലുള്ള ധാരണകളാണ്. കയ്യിൽ കെട്ടുന്ന സമയത്തുള്ള ചൂട് കൊണ്ടാണ് ഓട്ടോമാറ്റിക് വാച്ച് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള വെളിച്ചം കൊണ്ടാണ് ഓട്ടോമാറ്റിക് വാച്ച് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പല രീതിയിലുള്ള ധാരണകൾ പലർക്കുണ്ട്. പക്ഷെ അതൊക്കെ തികച്ചും തെറ്റാണ്. നമുക്ക് ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം. 1778 എബ്രഹാം ലൂയിസ് പെരേൽ എന്ന് പറഞ്ഞ ഒരു സ്വിസ് വാച്ച് മേക്കർ ഓട്ടോമാറ്റിക് വാച്ചിന് പാറ്റന്റ് നേടുന്നത്. അദ്ദേഹം പോക്കറ്റ് വാച്ചിൽ ഒരു ഓസിലേറ്റഡ് വെയിറ്റ് ഉള്ള രീതിയിലുള്ള ഒരു പോക്കറ്റ് വാച്ചാണ് ഇൻവെന്റ് ചെയ്തത്. 1923 ജോൺ ഹാർവുഡ് എന്ന ബ്രിട്ടീഷ് വാച്ച് മേക്കറാണ് റിസ്റ്റ് വാച്ചിൽ ആദ്യമായിട്ട് ഓട്ടോമാറ്റിക് സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷെ അതിൻ്റെ റോട്ടർ ഫുള്ളായിട്ട് കറങ്ങുമായിരുന്നില്ല. അതൊരു 180 ഡിഗ്രി വരെ മാത്രമേ കറങ്ങുമായിരുന്നുള്ളൂ. പിന്നീട് റോളക്സ് ആണ് 360 ഡിഗ്രിയിൽ കറങ്ങുന്ന റോട്ടറോട് കൂടിയ ഓട്ടോമാറ്റിക് വാച്ച് 1930 ഇറക്കുന്നത്. അതാണ് ഇന്നത്തെ വാച്ചിൻ്റെ പൂർവ്വരൂപം. നമുക്കിനി ഓട്ടോമാറ്റിക് വാച്ച് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓട്ടോമാറ്റിക് വാച്ചിൻ്റെ ബേസിക് മുഴുവൻ മാനുവൽ വാച്ചിൻ്റെനോട് സെയിം ആണ്. മാനുവൽ വാച്ചിൻ്റെ പ്രവർത്തന രീതി ഇതിന് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്ക്. മാനുവൽ വാച്ചിലേതുപോലെ തന്നെ ഓട്ടോമാറ്റിക് വാച്ചിലും മെയിൻ സ്പ്രിങ്ങിൽ നിന്നുള്ള പവർ കൊണ്ടാണ് അതിൻ്റെ വീലുകൾ കറങ്ങുന്നതും വാച്ച് വർക്ക് ചെയ്യുന്നതും. ഒരു വ്യത്യാസമുള്ളൂ, മാനുവൽ വാച്ചിൽ നമ്മൾ കൈകൊണ്ട് മാനുവലായിട്ട് വൈൻഡ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് വാച്ചിൽ വൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നു. അതായത് ഓട്ടോമാറ്റിക് വാച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓട്ടോ വൈൻഡിങ് വാച്ച്, ഓട്ടോമാറ്റിക്കായിട്ട് വൈൻഡ് ചെയ്യുന്ന വാച്ച്. മാനുവൽ വാച്ചിൽ നിന്നും അഡീഷണലായിട്ട് വൈൻഡിങ് വീലിനെ കറങ്ങാൻ സഹായിക്കുന്ന ഒരു 2-3 വീലുകൾ അടങ്ങുന്ന ഒരു ഗിയർ സെറ്റ് ആയിരിക്കും ഓട്ടോമാറ്റിക് വാച്ചിൽ ഉണ്ടാവുക. അതിന് പുറമെ ഓട്ടോമാറ്റിക്കായിട്ട് വൈൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു റോട്ടറാണ് ഇതിൻ്റെ ഒരു മെയിൻ പാർട്ട്. റോട്ടറിൽ വേഗത്തിൽ കറങ്ങാൻ സഹായിക്കുന്ന ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബോൾ ബെയറിംഗ് സിസ്റ്റം ഉണ്ടാവും. ചില റോട്ടർ പ്ലെയിൻ ആയിരിക്കും, അതിന് മൂവ്മെൻറ്റിൻ്റെ ബ്രിഡ്ജിലായിരിക്കും ബോൾ ബെയറിംഗ് സിസ്റ്റം. റോട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോട്ടറിൻ്റെ സൈഡ് നല്ല വെയിറ്റ് ആയിരിക്കും. ആ റോട്ടറിൻ്റെ സൈഡ് വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കൈ പല രീതിയിൽ ഇളകുന്ന സമയത്ത് റോട്ടർ എപ്പോഴും താഴത്തേക്ക് പോവുകയും ആ മൂവ്മെൻറ്റിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് വാച്ചിൽ വൈൻഡ് കയറുകയും ചെയ്യുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അത് നമുക്കൊരു എനർജി ആയിരിക്കും പുതിയ വീഡിയോകൾ ഇടുന്നതിന് വേണ്ടിയിട്ട്. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക.